അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇനി 25,000 രൂപ പാരിതോഷികം. വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം നൽകുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. നേരത്തെ ഇത് 5,000 രൂപയായിരുന്നു. പൂനെയിൽ നടന്ന ഒരു പരിപാടിയിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം പറഞ്ഞത്. പാരിതോഷിക തുക വർദ്ധിപ്പിക്കാൻ റോഡ് ഗതാഗത മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായി ഗഡ്കരി പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് നിലവിൽ നൽകി വരുന്ന തുക കുറവാണെന്നും നാഗ്പൂരിൽ റോഡ് സേഫ്റ്റി ക്യാമ്പയിനിൽ സംസാരിക്കവേ ഗഡ്കരി പറഞ്ഞു. റോഡപകടത്തിൽപ്പെട്ടവരെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണെന്ന് മന്ത്രി പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് 7 ദിവസത്തിനുള്ളിൽ വരുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കും. ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും അപകടത്തിൽപ്പെടുന്നവർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നും ഗഡ്കരി പറഞ്ഞു. 2021 ഒക്ടോബർ മുതലാണ് കേന്ദ്ര സർക്കാർ പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ചാൽ പാരിതോഷികം നൽകുന്ന പദ്ധതി ആരംഭിച്ചത്. നിലവിലെ പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കുന്ന വ്യക്തിക്ക് സമ്മാനത്തുകയ്ക്കൊപ്പം അംഗീകാര സർട്ടിഫിക്കറ്റും നൽകും. സമ്മാനത്തുക യഥാർത്ഥ വ്യക്തികൾക്കാണെന്ന് ഉറപ്പാക്കാൻ മൾട്ടി ലെവൽ വെരിഫിക്കേഷൻ പ്രക്രിയയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് നിതിൻ ഗഡ്കരി ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് റോഡ് അപകടത്തിൽപ്പെട്ടവരുടെ 7 ദിവസത്തെ ചികിത്സയ്ക്കായി 1.5 ലക്ഷം രൂപ വരെ സർക്കാർ വഹിക്കും. റോഡ് സുരക്ഷയാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു.